ആവശ്യത്തിന് മാത്രം മസാല ചേർത്ത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും നല്ല രുചിയും അധികം എണ്ണയും ഉപയോഗിക്കാതെയുള്ള മട്ടൻ ഫ്രൈ ആണ് ഇന്നത്തെ വീഡിയോ. 1 കിലോ മട്ടന് വേണ്ടി മിക്സിയിൽ അരയ്ക്കാനുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. 4 ചെറിയ കറുവപ്പട്ട, 6 ഗ്രാമ്പു, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 6 വെളുത്തുള്ളി, 7 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതെല്ലാം മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. 1 കിലോ മട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുക്കുക. അതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും ആവശ്യമുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ അരച്ചു വെച്ച മസാലയും ചേർത്ത് മട്ടനിൽ നന്നായി പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മട്ടനിൽ ഇതെല്ലാം നന്നായി പിടിക്കും. ഈ മാരിനേറ്റ് ചെയ്ത മട്ടൻ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പോട്ടിലോ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുക. പ്രഷർ കുക്കറാണെങ്കിൽ ഒരു 4-5 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് പോട്ടാണെങ്കിൽ 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേവാൻ വയ്ക്കുക. പ്രഷർ റിലീസ് ചെയ്തിട്ട് തുറക്കുക. മട്ടൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. പ്രഷർ കുക്കറാണെങ്കിൽ കുറച്ച് നേരം കൂടി അടുപ്പ് ഓൺ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പോട്ടാണെങ്കിൽ സോട്ടിലിട്ടിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ ചൂടാക്കുക. മട്ടണിൽ നല്ല കൊഴുപ്പുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ധാരാളം മതിയാകും. ചെറിയ തീയായിരിക്കണം, കാരണം അല്ലെങ്കിൽ മട്ടൺ ശരിക്കും ഫ്രൈയും ആവില്ല, കരിഞ്ഞും പോവും, അതിൻ്റെ മട്ടൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റാവില്ല. ചൂടായ പാനിലേക്ക് ആ വെന്ത മട്ടൺ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് ആകും ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ, ആ കളറൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. മട്ടൻ ഒന്ന് കളറ് മാറി ബ്രൗൺ ആകുമ്പോൾ ഒരു മീഡിയം സൈസുള്ള ഉള്ളി മുറിക്കുക. മസാല കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ കഷ്ണം ഉള്ളി എടുത്താലും കുഴപ്പമില്ല. എന്നിട്ടൊരു 3 പച്ചമുളകും നടുവായി കീറുക. മുറിച്ച പച്ചമുളകും ഉള്ളിയും മട്ടനിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 7 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഉള്ളിയുടെ കളറ് മാറി വരുമ്പോൾ ഒരു ഭംഗിക്കും കുറച്ച് നല്ല മണത്തിനും വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കുക. അവസാന മിനുക്ക് പണിക്കായി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. എരിവ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുരുമുളക് പൊടി 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഇട്ടാലും കുഴപ്പമില്ല. മട്ടൻ നന്നായി ഇളക്കുക. കുരുമുളക് പൊടി മട്ടൻ്റെ കളർ നല്ല കറുപ്പാക്കി എടുക്കും. ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇതുമാതിരിയുള്ള ഒരുപാട് നല്ല റെസിപ്പികൾക്ക് pajakam.com വിസിറ്റ് ചെയ്യൂ. അവിടെ ഏകദേശം 25,000 റെസിപ്പീസ് ഉണ്ട്. ഞങ്ങളെല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് 2-3 പുതിയ റെസിപ്പികളും ഇടാറുണ്ട്. ഈ റെസിപ്പിയുടെ ഫീഡ്ബാക്ക് കമൻസിൽ ആഡ് ചെയ്യൂ. താങ്ക് യു.